ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമുക്ക് കക്കയം ഡാമിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ. ഇവിടെ വന്നാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് കക്കയം ഡാമും അതുപോലെ തന്നെ ഉരക്കുഴി വാട്ടർഫാൾസും ആണ്. പിന്നെ ബോട്ടിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ എൻട്രൻസിൽ തന്നെ വിശാലമായൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഡാമിലേക്കും ഉരക്കുഴി വാട്ടർഫാളിലേക്കും കുറച്ചധിക ദൂരം നടക്കാനുണ്ട്. ഡാമിലെ വെള്ളം തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ബോട്ടിങ് അവൈലബിൾ ആണ്. നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ നടക്കാം. കുറച്ചധിക ദൂരം നടക്കാനുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കെല്ലാം നമ്മൾ പാലിക്കേണ്ട റൂൾസും കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലെ ബോർഡുകൾ വെച്ചിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിസിറ്റേഴ്സിന് ഇതിൻ്റെ അകത്തേക്ക് വാഹനങ്ങളൊന്നും കൊണ്ടുവരാനൊന്നും പറ്റില്ല. കാൽനടയായിട്ട് തന്നെ പോകണം. പിന്നെ ഫോറസ്റ്റാണ് പല മൃഗങ്ങളെ കാണാനും അവരുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ അത് നോക്കി നിൽക്കാനോ അവർക്ക് ഫുഡ് കൊടുക്കാനോ ഒന്നും പാടില്ല. പിന്നെ അതുപോലെ തന്നെ കാടിൻ്റെ ഉള്ളിലേക്ക് പോകാനൊന്നും നമുക്ക് അലൗഡ് അല്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ പോയി എന്തെങ്കിലും സംഭവിച്ചാലും നമ്മളെ തിരയാനൊന്നും ആരും വരില്ല എന്ന് അവർ ആദ്യം വാർണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കയറിയത് ഉരക്കുഴി വാട്ടർഫാളിലേക്കുള്ളൊരു ഷോർട്ട് വഴിയിലൂടെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നവർക്ക് അവർ ഈ ഒരു റൂട്ട് പറഞ്ഞു തരും. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വഴി വന്നാൽ കുറച്ച് ദൂരം നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത് ഇവിടെയുള്ള ജോലിക്കാർക്ക് അഥവാ നമ്മുടെ ഫോറസ്റ്റ് സംരക്ഷിക്കുന്നവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് അവരുടെ വണ്ടികളൊക്കെ വന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഷോർട്ട് വഴിയിലൂടെ നേരെ ചെന്നെത്തുന്നത് മെയിൻ റോഡിലേക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ ധാരാളം ഒച്ചുകളും അട്ടകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഷോർട്ട് വഴിയിലൂടെ റോഡിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ കക്കയം ഡാം ഉള്ളത്. ഇവിടെ നിന്ന് ലെഫ്റ്റിക്കാണ്. അപ്പോൾ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ വീണ്ടും ഇവിടെ നമുക്ക് ചെരുപ്പ് അയച്ച് വെച്ച് വെള്ളത്തിലിറങ്ങാം. പിന്നെ ഈ ഉരക്കുഴി ഡാമിനൊരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവരവിടെ നിന്ന് പറഞ്ഞു തരും. അവർ പറഞ്ഞത് ഇതായിരുന്നു, ഈ ഒരു ഉരക്കുഴി വാട്ടർഫാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് സന്ദർശകർ അത് ആരായാലും ഇനി അഥവാ താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പോയവർ പോയി, കൂടെ വന്നവർ തിരിച്ചു പോവുക എന്നുള്ളതാണ് അവർ പറഞ്ഞു തന്നത്. തിരച്ചിലില്ലാത്ത ഏക ടൂറിസം എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി നമ്മൾ കാടിനുള്ളിലും പല വഴികളും ഉള്ളിലോട്ടൊക്കെ കാണാം. പക്ഷെ അത് വഴിയൊന്നും നമ്മൾ പോവരുത് എന്ന് അവരാദ്യം വാർണിംഗ് തരുന്നുണ്ട്. പിന്നെ ഈ വാട്ടർഫാളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് താഴേക്ക് പതിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വാട്ടർഫാളിൻ്റെ മേളിലൂടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ പൊട്ടിക്കെടുക്കുകയാണ്. അപ്പോൾ വെള്ളം നല്ല ഫോഴ്സിൽ വന്നത് കാരണം അത് പൊട്ടിയതാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉരക്കുഴി വാട്ടർഫാൾസിൻ്റെയും കക്കയം ഡാമിൻ്റെയും പ്രകൃതി രമണീയമായ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.